ഞാനിനി വളരെ ഇതായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. അത് ഒറ്റയ്ക്ക് വേണ്ട, ചോദിക്കും. ഇല്ല, ചോദിക്കും. ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. അന്ന് ഒറ്റയ്ക്ക് ചോദിക്കാം. അന്ന് ഇങ്ങനെ ആരും അറിയരുത്. ഒന്ന് ഷൂട്ട് ചെയ്ത്. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. നമ്മുടെ ഇവിടുത്തെ താരങ്ങള് അധികം വളരെ നീറ്റായിട്ടൊക്കെ അഭിനയിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും തുണിയും വേണ്ട, ഒന്നും വേണ്ട. അതെന്തരി അങ്ങനെ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാൻ ഇതുവരെ അങ്ങനെ ഫുൾ തുണി അയച്ചിട്ടൊന്നും അതല്ല ഞാൻ പറഞ്ഞോ. ഇത് കുറച്ച് കൂടുന്നുണ്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ പെങ്ങളുകുട്ടി ഭാവന ഒരിക്കലും ആ ഒരു സിനിമ നമുക്ക് കാണേണ്ടി വരില്ല. മലയാളികളുടെ ഹരഭാഗ്യം. സ്ഥിരാണല്ലേ? അങ്ങനെ ഇനിയൊരു പ്രതീക്ഷ വേണ്ട. വെറ്റിലക്കാടൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ ജീവേട്ടനൊരു കിഴങ്ങൻ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതോ ഒരു താരം ഏതോ ഒരു തമിഴ് ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബിക്കിനിയോ കുക്കിനിയോ അങ്ങനെ സാധനം കിട്ടുന്നു, അങ്ങനെ സാധനം കിട്ടുന്നു എന്ന് പറഞ്ഞു. നീ അതുപോലെ വരുമോ? ഞങ്ങൾക്ക് അവിടെ വരാനാ. മനസ്സ് ചിത്തേക്ക് നോക്കണ്ടല്ല, എന്നെ ഇട്ടൊന്നുമില്ല. ബിക്കിനി ഇവിടെ ഒരു പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഇവിടെ ഒരു പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 2 പീസ് ആണ് ബിക്കിനി ശരിക്കും. ഒരു മുകളിൽ ഒരു പീസ്. നീ മിനിയാന്ന് വന്നത്. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനമാണ്. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. ഭാവനയ്ക്ക് ഒരു 5 കോടി രൂപ വന്നിട്ട് ബിക്കിനിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ അഭിനയിക്കോ? ഇല്ല, 10 കോടി വന്നാലും അവിടെ അഭിനയിക്കുള്ളൂ. അങ്ങനെ നീ ഇത്രക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. ഞാൻ അഭിനയിച്ചാലും പിന്നെ വീട്ടിൽ കയറ്റൂല, അത് പറഞ്ഞു. അപ്പൊ കല്യാണത്തിന് മുമ്പ് അവൾ അതുപോലെ അഭിനയിക്കും. ഭർത്താവെ നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്?